അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യം, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാത്തിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതികളിന്മേൽ വസിക്കുന്നവനായ സ്വർഗസ്ഥനായ പിതാവേ, ഈ പ്രഭാതത്തിൻ്റെ ഈ യാമത്തിൽ പ്രിയ കർത്താവെ, അങ്ങേ ആരാധിപ്പാനും സ്തുതിക്കുവാനും ഞങ്ങൾക്ക് തന്ന കൃപയ്ക്ക് വേണ്ടി അവിടുന്ന് നന്ദി പറയുന്നു. പ്രിയ കർത്താവെ, ഇന്നടിയങ്ങൾ ഗായക സംഘ ഞായറായിട്ട് അവിടുന്ന് ആചരിക്കുകയാണല്ലോ. സ്വർഗത്തിൽ സ്വർഗീയ ദൂതർ അങ്ങേ പാടി സ്തുതിക്കുന്നത് പോലെ ഭൂമിയിൽ നിരന്തരമായി അങ്ങേ പാടി സ്തുതിക്കുവാനും അങ്ങേക്ക് മഹത്വം കരയേറ്റുവാനും ഞങ്ങൾക്ക് തന്ന കൃപയ്ക്ക് വേണ്ടി നന്ദി പറയുന്നു. പ്രിയ കർത്താവെ, ഇന്ന് ഗായക സംഘ ഞായറായിട്ട് വചനത്തിൽ സംസാരിക്കുമ്പോൾ വചനവുമായി ഇവിടെ വന്നിരിക്കുന്ന അടിയനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, എടുത്ത് ഉപയോഗിക്കണമേ. വചനം കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനസ്സുകളെ അവിടുന്ന് ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സർവശക്തനായ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഇന്ന് ദൈവവചനം പറയുവാൻ എനിക്ക് അവസരം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനോടും സഭയിലുള്ള ഗായക സംഘങ്ങളോടും സഭയിലെ കമ്മിറ്റിക്കാരോടും സഭയിലുള്ള നല്ലവരായ ജനത്തോടുമുള്ള നന്ദി സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. ആദ്യമായി തന്നെ എല്ലാവർക്കും ഈ വർഷത്തെ ഗായക സംഘ ഞായറാഴ്ചയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. കഴിഞ്ഞ വർഷം നാം ഗായക സംഘ ഞായറായിട്ട് ആചരിച്ചപ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന വിഷയം എന്നുള്ളത് ആരാധനയിലെ ഗീതങ്ങൾ എന്നതായിരുന്നു. 2025 നാം ഗായക സംഘ ഞായറായിട്ട് ആചരിക്കുമ്പോൾ നമ്മുടെ വിഷയം എന്നുള്ളത് ഈസ്റ്റ് കേരള ഡയോസിസിൻ്റെ ഈ വർഷത്തെ കുറിവാക്യമായ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെയുള്ള ആ വചനത്തിൻ്റെ രത്നചുരുക്കമായ ബി സ്ട്രോങ് ആൻഡ് ഫൈറ്റ് എന്നതിൻ്റെ ശക്തിപ്പെടുവിൻ, പോരാടുവിൻ എന്ന ആ കുറിവാക്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഈ തവണത്തെ ഗായക സംഘ ഞായറാഴ്ചയുടെ വിഷയവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷത്തെ വിഷയം എന്നുള്ളത് ശക്തിപ്പെടുവിൻ, പോരാടുവിൻ, കർത്താവിന് പാടുവിൻ എന്നതാണ്. ശക്തിപ്പെടുവിൻ, പോരാടുവിൻ, കർത്താവിന് പാടുവിൻ എന്നതാണ്. മേജർ ഡാനിയേൽ വെബ്സ്റ്റർ വിറ്റിൽ 1840 നവംബർ മാസം 22-ാം തീയതി മസാച്യൂസെറ്റ്സിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. താൻ ജനിച്ചു വീണത് ഒരു ക്രിസ്തീയ കുടുംബത്തിലായിരുന്നിട്ട് പോലും തൻ്റെ ബാല്യത്തിലും യൗവനത്തിലും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനോ രക്ഷകനായ ദൈവത്തിനെ കുറിച്ച് അറിയുവാനോ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. 1861 അമേരിക്കയിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ 21-ാമത്തെ വയസ്സിൽ ഒരു യൂണിയൻ പട്ടാളക്കാരനായി ചേരേണ്ട ഒരു അവസരം അദ്ദേഹത്തിന് വന്നു. തൻ്റെ പ്രിയപുത്രൻ യുദ്ധത്തിനായി പുറപ്പെടുകയാണല്ലോ എന്ന ദുഃഖവും ഭാരവും വലച്ച ആ പ്രിയ ദാനിയേലിൻ്റെ അമ്മ അദ്ദേഹം പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിനുള്ളിൽ പുതിയ നിയമ പുസ്തകത്തിൻ്റെ ചെറിയ ഒരു എഡിഷൻ അവിടെ സൂക്ഷിച്ചു. തൻ്റെ പ്രിയമകൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, തൻ്റെ പ്രിയമകൻ്റെ കാവലിനു വേണ്ടി അവിടെ ആ മാതാവ് അതിനെ അവിടെ സൂക്ഷിച്ചു. അങ്ങനെ ഡാനിയേൽ യുദ്ധത്തിന് പുറപ്പെട്ടു. കേട്ടുകേൾവി മാത്രമുള്ള യുദ്ധം എന്നുള്ളത് അതിഭീകരവും അതിക്രൂരവും ഭയാനകവുമായ ഒന്നാണ് എന്ന് അന്ന് അദ്ദേഹം മനസ്സിലാക്കി. യുദ്ധത്തിനിടയിൽ അതിമാരകമായി പരിക്കേറ്റ് ദാനിയേലിന് തൻ്റെ ഒരു കൈ നഷ്ടമായി. അദ്ദേഹത്തിനെ അപ്പോൾ തന്നെ അവിടെ മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ആഴ്ചകളുടെ പരിശ്രമത്തിന് ശേഷം അദ്ദേഹം തൻ്റെ ആരോഗ്യസ്ഥിതി തിരിച്ചെടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ വാർഡിലേക്ക് കൊണ്ടുവന്നു. നമുക്കറിയാം ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ എന്നുള്ളത്. കൈയും കാലും നഷ്ടപ്പെട്ട് ശരീരത്തിൻ്റെ പല അവയവങ്ങളും നഷ്ടപ്പെട്ട് മനുഷ്യർ മരണത്തോട് മല്ലിടുന്ന ഒരവസ്ഥ. ദാനിയേലിൻ്റെ ചുറ്റും എല്ലാവരും നിസ്സഹായതയോടെ കരച്ചിലും നിലവിളിയും മാത്രമായിരുന്നു. തൻ്റെ ഈ അവസ്ഥയിൽ നിന്ന്
എങ്ങനെയാണ് തനിക്ക് ഒരു മാറ്റം ലഭിക്കുക എന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോൾ തൻ്റെ പ്രിയ മാതാവ് തനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച ആ വേദപുസ്തകത്തിൻ്റെ കാര്യം ദാനിയേലിന് ഓർമ്മ വന്നു. അദ്ദേഹം തൻ്റെ ആ കോട്ടെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പുതിയ നിയമ പുസ്തകം എടുത്തുകൊണ്ട് അത് വായിക്കുവാൻ ആരംഭിച്ചു. ഇതുവരെ ദൈവത്തെക്കുറിച്ച് പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ ശ്രമിക്കാത്ത ദാനിയേലിൽ നിന്ന് മത്തായി എഴുതിയ സുവിശേഷം മുതൽ വെളിപാട് പുസ്തകം വരെ അദ്ദേഹം വീണ്ടും വീണ്ടും വായിച്ചപ്പോൾ ഇതിനു മുമ്പ് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത അത്രമാത്രം മേൽ ദൈവവചനം ദാനിയേലിനോട് സംസാരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം വായിച്ചു. ദൈവത്തിൽ കൃപയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത കട്ടിലിലേക്ക് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു. വളരെയധികം മാരകമായി പരിക്കേറ്റുകൊണ്ട് ഇന്നോ നാളെയോ മരിക്കുമെന്നുള്ള അവസ്ഥയിൽ ആ ചെറുപ്പക്കാരൻ ആ കട്ടിലിന്മേൽ വന്നു കിടക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ ശുശ്രൂഷിക്കുന്ന നേഴ്സിനോട് ആ ചെറുപ്പക്കാരൻ ഇപ്രകാരം ആവശ്യപ്പെട്ടു, ഞാൻ ഉടനെ തന്നെ മരിക്കും, ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പക്ഷേ ആ നേഴ്സ് അത് നിരസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ദാനിയേലിനെ നോക്കി പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. അപ്പോൾ ദാനിയേൽ പറഞ്ഞു, എനിക്കത് സാധിക്കുകയില്ല, കാരണം ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എനിക്കിതുവരെ അതിന് സാധിച്ചിട്ടില്ല, അത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ദയവ് ചെയ്ത് എന്നോട് പറയരുത് എന്ന് പറഞ്ഞു. വീണ്ടും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. പെട്ടെന്ന് ദാനിയേലിൻ്റെ ഉള്ളിൽ ആരോ പറയുന്നു, നീ ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. ആ ഉൾവിളി പ്രകാരം ദാനിയേൽ തൻ്റെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് എന്ന് ആ മരിക്കാറായ ആ ചെറുപ്പക്കാരൻ്റെ അടുക്കൽ ചെന്ന് മുട്ടിന്മേൽ നിന്ന് ദാനിയേൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ആരംഭിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചത് ഇപ്രകാരമാണ്. ആദ്യം തന്നെ അദ്ദേഹം പ്രാർത്ഥിച്ചത്, എൻ്റെ ദൈവമേ, അവിടുന്ന് എന്നോട് എൻ്റെ പാപങ്ങൾ എല്ലാം ക്ഷമിക്കണമേ. ഇത്രമാത്രം എനിക്ക് എൻ്റെ ആയുസ് നൽകിയിട്ട് ഞാൻ അങ്ങയെ ഇതുവരെ കണ്ടെത്തുവാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ അങ്ങയെ മനസ്സിലാക്കുന്നു, അങ്ങൻ്റെ പാപങ്ങൾ എനിക്ക് ക്ഷമിച്ചു നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ദാനിയേൽ അവിടെ പ്രാർത്ഥന ആരംഭിച്ചു. ആ യുവാവിൻ്റെ മുഖം വളരെ ദുഃഖം നിറഞ്ഞ ഭയാനകമായി കണ്ണീരെല്ലാം ആ യുവാവിൻ്റെ മുഖത്തൂടെയെല്ലാം പടർന്ന് വളരെ ഭീകരമായിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ദാനിയേൽ പ്രാർത്ഥന ആരംഭിച്ചു. ആ യുവാവിന് വേണ്ടി ദാനിയേൽ പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പല വാഗ്ദാനങ്ങളും ആ യുവാവിന് വേണ്ടി അവിടെ അപേക്ഷിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ യുവാവ് ദാനിയേലിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് പതുക്കെ കണ്ണുകളടച്ചു. ദുഃഖങ്ങൾ നിറഞ്ഞ അതിഭീകരമായിരുന്ന ഒരവസ്ഥയിൽ ഭയാനകമായിരുന്ന ആ യുവാവിൻ്റെ മുഖം വളരെ സന്തോഷമായ പ്രസന്നമായി തീരുന്നു. ദാനിയേലിന് മനസ്സിലായി, ദൈവമാണ് ആ യുവാവിനെ ദാനിയേലിൻ്റെ അടുത്തേക്ക് എത്തിച്ചത്, മറ്റൊന്നിനും വേണ്ടിയല്ല. ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്തിൽ വിശ്വസിക്കാനും പാപമോചനം ദൈവത്തിലൂടെ മാത്രമാണ് സാധ്യമായി തീരുകയുള്ളൂ എന്ന് ദാനിയേലിന് മനസ്സിലായി. ആ യുവാവിനെ തീർച്ചയായിട്ടും ദാനിയേൽ സ്വർഗത്തിൽ വെച്ച് കാണുമെന്നുള്ള പ്രതീക്ഷയും അവിടെ അദ്ദേഹത്തിന് ലഭിച്ചു. ആ അനുഭവത്തിൽ നിന്നാണ് നമുക്ക് വളരെ സുപരിചിതമായ 382 ജ്ഞാനകീർത്തനങ്ങളിലെ ആ പാട്ട്, ആശിഷമാരിയുണ്ടാകും ആനന്ദ വാഗ്ദത്തമേ, മേൽ നിന്ന് രക്ഷകൻ നൽകും ആശ്വാസ കാലങ്ങളെ എന്നുള്ള. സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കൽ നമ്മുടെ വാഗ്ദത്തങ്ങളെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ ആ വാഗ്ദത്തങ്ങളെ അനേകം കൃപകളായി നമുക്ക് ചൊരിയുന്ന സ്വർഗസ്ഥനായ പിതാവ് സ്വർഗത്തിന്മേൽ നമുക്കായി ജീവിക്കുന്നു, നമ്മളെ കാക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ആഹ്വാനമാണ് അദ്ദേഹത്തിൻ്റെ ആ ജീവിതാനുഭവത്തിലൂടെ. ആ ചെറുപ്പക്കാരനിലൂടെ അദ്ദേഹത്തിന് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം രചിച്ച് നമുക്ക് ലഭിച്ച ആ ജീവിതസ്പർശിയായ ഹൃദയസ്പർശിയായ ഈ ഗാനം എന്നുള്ളത്. ഒരു ഗായക സംഘ ഞായറാഴ്ച എന്നുള്ള ഒരു ഗായക സംഘ അംഗത്തെ സംബന്ധിച്ച് ഒരു ഉറപ്പിക്കലാണ്. സ്വർഗത്തിൽ ദൈവം ദൂതന്മാരാൽ നിരന്തരമായി മഹത്വപ്പെടുന്നത് പോലെ തന്നെ, ഉയർത്തപ്പെടുന്നത് പോലെ തന്നെ ഭൂമിയിൽ സർവശക്തനായ ദൈവത്തിനെയും ക്രിസ്തുവിനെയും ഉയർത്തുക എന്ന ദൗത്യം പരമേൽപ്പിച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ പ്രത്യേകമായി വേർതിരിച്ച് പ്രദർശിച്ചിരിക്കുന്ന നമ്മുടെ ദൗത്യമാണ്. തീർച്ചയായിട്ടും ഓരോ ഗായക സംഘ ഞായറാഴ്ചയും എന്നുള്ളത് ഒരു ഉറപ്പിക്കലാണ്. ഒരു സഭാവിശ്വാസിയെ സംബന്ധിച്ച് ഒരു ഗായക സംഘ ഞായറാഴ്ച എന്നുള്ളത് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനും ക്രിസ്തുവിനെ സ്തുതി കരയേറ്റുവാനും വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ സുവിശേഷീകരണത്തിൻ്റെ പദ്ധതിയിലേക്ക്, ദൗത്യത്തിലേക്ക് കടന്നു വരിക എന്നുള്ള ആഹ്വാനവും ആണെന്ന് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം എന്നുള്ളത് ശക്തിപ്പെടുവിൻ, പോരാടുവിൻ, കർത്താവിന് പാടുവിൻ എന്നതാണ്. ഈ വിഷയത്തോട് ചേർന്നുകൊണ്ട് പ്രധാനമായും 2 കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് അല്പസമയത്തിനുള്ളിൽ പങ്കുവയ്ക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ചിന്തിക്കുമ്പോൾ ദൈവത്തിനായി പാടുക, ശക്തി പ്രാപിക്കുക എന്നതാണ്. ദൈവത്തിനായി പാടുക, ശക്തി പ്രാപിക്കുക എന്നതാണ്.
ശ്രവണസുന്ദരങ്ങളായ ശബ്ദങ്ങൾ കൊണ്ട് മനസ്സിൽ വികാരങ്ങൾ സൃഷ്ടിച്ച് രസിപ്പിക്കുന്ന ഒരു കലയാണ് സംഗീതം എന്നുള്ളത്. എന്നാൽ സുവിശേഷ സംഗീതം എന്നുള്ളത് സർവശക്തനായ ദൈവത്തിനെയും ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വം കരയേറ്റുവാനും നാം ഉപയോഗിക്കുന്ന മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ ഒരു ആരാധനയിൽ സംഗീതം എന്നുള്ളത് ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. ഒരു ആരാധനയെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സംഗീതത്തിൻ്റെ പങ്ക് എന്നത് വളരെ വലുതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നാം ഇന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ 1-ാം പാഠഭാഗമായി വായിച്ചു കേട്ട പുറപ്പാട് പുസ്തകങ്ങളിൽ 15-ാം അധ്യായത്തിൽ 11 മുതൽ 22 വരെ നാം വായിച്ചു കേട്ടു. പുറപ്പാട് പുസ്തകങ്ങളിൽ 15-ാം അധ്യായത്തിൽ 1 മുതൽ 22 വരെ നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് വളരെ മനോഹരമായ ഒരു സ്തുതിഗാനമാണ്. ആ ഗാനത്തിൻ്റെ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ, ആ ഗാനത്തിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ വേദപുസ്തക പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ആ ഗാനത്തിന് നൽകിയ അനേകം വിശേഷണങ്ങളുണ്ട്. മോശയുടെ ഗാനം, ഇല്ലെങ്കിൽ കടലിൻ്റെ പാട്ട്, ഇല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ സംഗീതം എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, സർവശക്തനായ ദൈവം തൻ്റെ പ്രിയജനമായ ഇസ്രായേലിനെ ഫറവോൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പ്രവാസം ചെയ്യിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട ജനത്തിനെ അവരുടെ അതിക്രൂരമായ അല്ലെങ്കിൽ പീഡനങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊണ്ട് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശത്തേക്ക് അവരെ നയിക്കുന്ന ഒരു ദൈവത്തിനെ നമുക്ക് പുറപ്പാട് പുസ്തകങ്ങളിൽ ആ അധ്യായങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അങ്ങനെ തൻ്റെ പ്രിയ ജനത്തിനെ മോശയിലൂടെ ദൈവം അവിടെ നടത്തുമ്പോൾ നമുക്കറിയാം, അവർക്ക് അനേകം നന്മകൾ ചൊരിഞ്ഞുകൊണ്ടാണ് ദൈവം അവരെ നടത്തുന്നത്. അവരുടെ പ്രതികൂലമായ പല സാഹചര്യങ്ങളിലും അവർക്ക് നന്മകൾ ചൊരിഞ്ഞുകൊണ്ട് ദൈവം അവരെ നടത്തുമ്പോൾ നാം ഭാഗം പഠിക്കുമ്പോൾ അറിയാം, പല ഘട്ടങ്ങളിലും ദൈവത്തിനെയും മോശയെയും ഇസ്രായേൽ ജനം കുറ്റം പറയാനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നാം ഇവിടെ കാണുന്ന ഈ 14-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ 15 മുതൽ 31 വരെ നാം പഠിക്കുമ്പോൾ, നാം സൺഡേ സ്കൂൾ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇസ്രായേൽ ജനതയോടുള്ള അത്ഭുതകരമായ ഒരു സ്നേഹത്തിൻ്റെ ഒരു വെളിപാടാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ചെങ്കടലിൽ 2 പിളർന്നുകൊണ്ട് അതിൻ്റെ മധ്യത്തിലൂടെ ഇസ്രായേൽ ജനതയെ നടത്തുന്ന ദൈവത്തിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. തങ്ങൾ ആരോടാണ് പോരാടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത മിസ്രൈം ജനതയ്ക്ക് ഫറവോന് ഉള്ള ഒരു താക്കീതായിരുന്നു, ഇല്ലെങ്കിൽ ഒരു വെളിപാടായിരുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ ചെങ്കടലിൽ നിന്നുള്ള അത്ഭുതം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ മിസ്രൈം ജനതയിൽ നിന്ന് ഇസ്രായേൽ ജനത യാത്ര പുറപ്പെട്ടു. മോശ അവരെ യാത്ര പുറപ്പെട്ടു. അവസാനം എന്താണ് സംഭവിക്കുന്നത്? ചെങ്കടലിന് മുമ്പിലെത്തിയപ്പോൾ തൊട്ടു പിറകിലായിട്ട് അവരെ നശിപ്പിക്കുവാൻ വേണ്ടി ഫറവോന്റെ സൈന്യം എത്തുകയാണ്. നാം ചിന്തിക്കണം, ആ സമയത്ത് അവർ മോശയോട് പറയുകയാണ്, നീ എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്? ഞങ്ങൾ മിസ്രൈം ദേശത്തായിരുന്നെങ്കിൽ അവിടെ ആ പണിയും ചെയ്ത് ഞങ്ങൾ അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കുമായിരുന്നു. കുറച്ച് ദുഃഖമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അവിടെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഈ മരുഭൂമിയിൽ അവരുടെ കൈകളാൽ ഞങ്ങൾ മരണപ്പെടാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് നീ ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുവന്നതെന്ന് കുറ്റപ്പെടുന്നത് കാണാൻ സാധിക്കുന്നു. മുമ്പോട്ട് വലിയ കടലും പുറകിൽ തങ്ങളെ തകർക്കാൻ വന്ന സൈന്യവുമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമുക്കറിയാം. അവിടെ സംഭവിക്കുന്നത്, ദൈവം മോശയിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് ചെങ്കടലിൽ 2 വിഭജിച്ചുകൊണ്ട് അവിടെ ഇസ്രായേൽ ജനതയെ ചെങ്കടലിലൂടെ നയിക്കുന്ന ഒരു ദൈവത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ചെങ്കടൽ 2 പിളർന്ന ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ ജനത തൻ്റെ വാഗ്ദത്തദേശത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സന്ദർഭത്തിൽ നമുക്കറിയാം, മിസ്രൈം ഫറവോന്റെ സൈന്യം എല്ലാവരും കടലിൽ വന്നുകൊണ്ട് സകല സൈന്യവും നശിച്ചുപോകുന്ന ഒരവസ്ഥ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ഈ അത്ഭുത പ്രവൃത്തി കണ്ട് ഇസ്രായേൽ ജനത അത്ഭുതപ്പെട്ടുകൊണ്ട് തങ്ങളെ ദൈവം എത്രമാത്രം സർവശക്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ ആരാധിച്ചും സ്തുതിച്ചും കൊണ്ടുള്ള ഗാനമാണ് നമ്മളവിടെ വായിച്ചു കേട്ടത്. ദുഃഖത്താലും ഭാരത്താലും ഒറ്റപ്പെട്ടുകൊണ്ട് ജീവനില്ലാതായി തീരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അവസ്ഥയിൽ അവരെ ദൈവം ശക്തിപ്പെടുത്തുന്നു. ആ ഗാനത്തിലൂടെ ദൈവം അവരെ ശക്തിപ്പെടുത്തി ദൈവത്തിൻ്റെ വാഗ്ദാന ദേശത്തേക്ക്, വാഗ്ദത്ത ദേശത്തേക്ക് നടത്തുന്നതായിട്ട് നമുക്കവിടെ വ്യക്തമായിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു. അവിടെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാം, അവിടെ അഹരോന്റെ സഹോദരിയായ മിരിയാമും അവിടെ തപ്പുകളോടും താളങ്ങളോടും കൂടി തൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം കൂടെ ദൈവത്തിനെ പാടി സ്തുതിക്കുന്നതായിട്ട് നമുക്കവിടെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നു. ആ പാട്ട് ഇപ്രകാരമാണ്: ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എത്ര മനോഹരമായ രീതിയിലാണ് ദൈവം ഇസ്രായേൽ ജനതയെ നടത്തിയ, അവൻ നശിച്ചുപോകുമെന്ന ആപത്തിൽ നിന്ന് അവരെ വിടുവിച്ചതിൻ്റെ, അതിൽ നിന്ന് അവർക്ക് മുക്തി ലഭിച്ചതിൻ്റെ ആ മഹത്വം കരയറ്റുവാൻ വേണ്ടി ദൈവത്തിനെ പാടി സ്തുതിച്ച് ശക്തി പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുന്ന സമയങ്ങളിൽ, നമ്മൾ ദുഃഖമായിരിക്കുന്ന അവസ്ഥകളിൽ
ഒരിക്കലും മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ ഭാരപ്പെടുന്ന അവസ്ഥയിൽ നാം മനസ്സിലാക്കണം, നമ്മളെ കരുതുന്ന കാക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് എന്ന്. ലോകപ്രശസ്തനായ സുവിശേഷകനും സ്തുതിസ്തോത്ര എഴുത്തുകാരനുമായ അഗസ്റ്റസ് എം ടോപ്ലാഡി അദ്ദേഹം തൻ്റെ യാത്രയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു പോകുന്ന സമയത്താണ് ഒരു വലിയൊരു കൊടുങ്കാറ്റ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. ചുറ്റുമുള്ള എല്ലാം തകർത്തുകൊണ്ട് ആ കൊടുങ്കാറ്റ് അദ്ദേഹത്തിന് നേരെ കടന്നു വരികയാണ്. പെട്ടെന്ന് അദ്ദേഹം നോക്കി, എന്തു ചെയ്യും ദൈവമേ, ഞാൻ എന്തു ചെയ്യുമെന്നാണ് ദൈവത്തോട് പ്രാർത്ഥിച്ച സമയത്താണ് തൻ്റെ അപ്പുറത്തായിട്ട് വലിയൊരു പാറക്കെട്ട് അദ്ദേഹത്തിന് ദൈവം കാണിച്ചു കൊടുക്കുവാൻ ഇടയാക്കി. ആ പാറക്കെട്ടിൻ്റെ ഇടയിൽ അദ്ദേഹം കയറി രക്ഷ പ്രാപിച്ചു. ദൈവം അദ്ദേഹത്തിന് ആ കൊടുങ്കാലിന് രക്ഷ നൽകി. അതിൻ്റെ പ്രതീകമായിട്ടാണ് ആ ദൈവം നൽകിയ ആ രക്ഷയുടെ അനുഭവത്തെങ്കിലാണ് അദ്ദേഹം 1775 നാം എല്ലാവരും നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഗാനമായ പിളർന്നൊരു പാറയെ എന്ന ഗാനം അദ്ദേഹം രചിച്ചതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദുഃഖങ്ങളിലും ഭാരങ്ങളിലും മുമ്പോട്ട് രക്ഷയില്ല, ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് നമുക്ക് ശക്തി നേടുവാൻ സാധിക്കണം എന്ന് നാം തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കണം. രണ്ടാമതായി ചിന്തിക്കുമ്പോൾ പാട്ടുകൾ അനുഭവങ്ങളുടെ പ്രതിഫലനമായി തീരണം, രക്ഷയായി തീരണം എന്നതാണ്. പാട്ടുകൾ അനുഭവങ്ങളുടെ പ്രതിഫലനമായി തീരണം, രക്ഷയായി തീരണം എന്നതാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തീർച്ചയായിട്ടും പലപ്പോഴും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള വിശുദ്ധ വേദ പുസ്തകത്തിലെ അപ്പോസ്തലന്മാരിൽ ഒരാളാണ് അപ്പോസ്തലനായ പൗലോസ്. പലപ്പോഴും ഞാൻ ദൈവവചനം പറയുമ്പോൾ പല വചനങ്ങളിലും ഏറ്റവും കൂടുതൽ ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വിശുദ്ധനായ പൗലോസിൻ്റെ ജീവിതചരിത്രമാണ്. കാരണം ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം എന്ന വാക്കിന് ഏറ്റവും ഉചിതമായ ഉദാഹരണം എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസിൻ്റെയാണ്. തീർച്ചയായിട്ടും ശൗൽ എന്നുള്ള ജീവിതത്തിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസായി തീരുന്ന ഒരു ചരിത്രമുണ്ട് അവിടെ. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്ത്യാനിയായി നാം നിലകൊള്ളുമ്പോൾ, ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് നാം പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അദ്ദേഹം തൻ്റെ അപ്പോസ്തലനായ പൗലോസിൻ്റെ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിനും കർത്താവായ യേശു എന്ന ശുശ്രൂഷ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ചിന്തിക്കണം, നാം ഇന്നിവിടെ വായിച്ചു കേട്ട രണ്ടാമത്തെ പാഠഭാഗം, നാം അതിനോട് ചേർന്ന് എങ്ങനെയാണ് ജീവിതത്തിലെ അനുഭവം നമുക്ക് രക്ഷയായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനവുമായി, ദൈവത്തിൻ്റെ രക്ഷയുടെ വചനവുമായി തോമാസിൽ നിന്ന് മക്കോദേനയുടെ ഭാഗമായ ഫിലിപ്പിയിലേക്ക് യാത്ര ചെയ്യുന്ന, ഇല്ലെങ്കിൽ ചെന്നെത്തുന്ന അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും കാണാൻ സാധിക്കുന്നു. അവർ ആ ദേശത്ത് അവിടെ കടന്നു നിന്ന് ദൈവത്തിൻ്റെ വചനം അവിടുത്തെ ജനങ്ങളോട് അറിയിക്കുകയാണ്. അവിടെ ആ ജനം ദൈവത്തിൻ്റെ വചനത്തിൽ ഇതുവരെ മിഥ്യാദൈവങ്ങളെ ആരാധിച്ചിരുന്ന ആ ജനം യഥാർത്ഥമായും ജീവിക്കുന്ന ജനത്തെ അറിയുമ്പോൾ അവിടെ വലിയ ഒരു രക്ഷപ്പെടൽ പ്രാപിക്കുകയാണ്. അനേകം ആളുകളെ ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് അവർ നേടുന്നു. ഒപ്പം തന്നെ അനേകം ആളുകൾ സ്നാനം ഏൽക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അവരുടെ ആ ദൗത്യത്തിൻ്റെ മധ്യത്തിലാണ് അവിടെ സാക്ഷ്യം പറയുന്ന ഒരു ബാലിക്കാരി, ഒരു വെളിച്ചപ്പാട് പറയുന്ന ഒരു ബാലിക്കാരി അവിടെ കടന്നെത്തുന്നത്. അവരുടെ ആ ശുശ്രൂഷയുടെ ഇടയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ യുവതി സൃഷ്ടിച്ചു. അപ്പോഴാണ് അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടെ ആ സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് ആ ഭൂതത്തിനെ പുറത്താക്കുന്നു. ആ ഭൂതത്തിനെ പുറത്താക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ സ്ത്രീയിലൂടെ കാശ്, ഇല്ലെങ്കിൽ ആ സ്ത്രീയിലൂടെ അനേകം കാശുകൾ സമ്പാദിക്കുന്ന അനേകം യജമാനന്മാർ അവിടെ ഉണ്ടായിരുന്നു. ആ ബാലിക്കാരി അവിടെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കാശ് സമ്പാദിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ യുവതിനെ അവിടെ മോചിപ്പിക്കുമ്പോൾ അവിടെ പിശാചിൻ്റെ സാന്നിധ്യം ഇല്ലാതായിത്തീരുന്നു. അവിടെ സത്യദൈവം വെളിപ്പെടുകയാണ്. അപ്പോൾ തങ്ങളുടെ ലാഭം ഇല്ലാതായിപ്പോയെന്ന് മനസ്സിലാക്കിയ അവിടുത്തെ പ്രമാണിമാർ അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് കാരാഗൃഹത്തിലാക്കുന്നു. നമുക്കറിയാം, അവരെ അടിച്ച് അവരുടെ വസ്ത്രം കയറി അവരുടെ കാലുകൾ ചെങ്ങലക്കിട്ടുകൊണ്ട് അവിടെ സൂചിപ്പിക്കുന്ന ഒരു പദമുണ്ട്. 32-ാമത്തെ വാക്യം നമ്മൾ വായിക്കണം. 23-24 വാക്യം നാം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന അവരുടെ കാൽ ആമത്തിൽ പൂട്ടി എന്നതാണ്. വളരെ സൂക്ഷ്മതയോടെ കാക്കുവാൻ വേണ്ടി, എക്സ്ട്രാ സെക്യൂരിറ്റി സെൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രമാത്രം സൂക്ഷ്മതയോടെ കാക്കുവാൻ വേണ്ടി അവരെ ഒരു ജയിലിലാക്കി. അങ്ങനെ ഇരുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ അപ്പോസ്തലനായ പൗലോസും ശീലാസും ദൈവത്തിനെ പ്രാർത്ഥിച്ച് അവിടെ പാടി ആരാധിച്ചപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ ഭൂകമ്പമുണ്ടായി. അവരുടെ ജയിലുകളുടെ കതക് തുറക്കുകയും അവരുടെ യാമങ്ങൾ, ശങ്ങലകൾ പൊട്ടി മാറുകയും അവർ സ്വതന്ത്രരായിപ്പെടുകയും ചെയ്യുന്നു.
ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് ഓടി വരുന്ന കാലഗ്രഹ പ്രമാണി എല്ലാ തടവുകളിലും രക്ഷപ്പെട്ടുവെന്ന് പ്രത്യേകമായിട്ടും അപ്പോസ്തലനായ പൗലോസും ശീലാസും രക്ഷപ്പെട്ടുവെന്നും തൻ്റെ ജീവനെ ഇനി വെക്കാൻ സാധിക്കും. കാരണം ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യായാധിപന്മാർ തന്നെ കൊല്ലുകൊള്ളുന്നു മനസ്സിലാക്കി സ്വയം അദ്ദേഹം മരിക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഉള്ളിൽ നിന്ന് ശബ്ദം വരികയാണ്, നീ അരുത്, അങ്ങനെ ചെയ്യരുത്, നീയോ ദോഷമൊന്നും ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്ന അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ ആ കാരാഗ്രഹ പ്രമാണിക്ക് ഒരു പ്രത്യാശ നൽകുകയാണ്. നാം ചിന്തിക്കണം, അവിടെ നൽകുന്ന പ്രത്യാശ എന്നുള്ളത് ആ കാരാഗ്രഹ പ്രമാണി ആദ്യമേ ഒന്ന് ചോദിക്കുന്ന ഇപ്രകാരമാണ്: രക്ഷ നേടാൻ ഞാൻ എന്തു ചെയ്യണം എന്നാണ് അപ്പോസ്തലനായ പൗലോസിനോട് അദ്ദേഹം വന്ന് ചോദിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. 16-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യം: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. അപ്രകാരം ആ കാരാഗ്രഹ പ്രമാണി അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും കൂട്ടിക്കൊണ്ട് അവരുടെ ഭവനത്തിലേക്ക് ചെന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നത്, അവിടെ വളരെയധികം മുറിവേറ്റ വളരെയധികം മുറിവേറ്റ് വസ്ത്രങ്ങളെല്ലാം കീറിയ അവസ്ഥയിലായിരുന്നു അപ്പോസ്തലനായ പൗലോസും ശീലാസും. പക്ഷെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവർ ആദ്യം ചെന്നിട്ട് ദൈവവചനം അവിടെ പ്രഖ്യാപിച്ച് രക്ഷ പ്രാപിച്ചതിന് ശേഷമാണ് അപ്പോസ്തലനായ പൗലോസും ശീലാസും തങ്ങളുടെ ശരീരത്തിലെ മുറിവുകളെ അവിടെ കെട്ടുവാനും അവർ ശുശ്രൂഷ എടുക്കുവാനും വേണ്ടി ചെല്ലുന്നു. അപ്പം അത്രമാത്രം തങ്ങളുടെ ജീവനേക്കാളും അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ വചനം അവിടെ പ്രഘോഷിക്കുമ്പോൾ അവിടെ കാരാഗ്രഹ പ്രമാണിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിനുള്ള സകല ജനങ്ങളും അന്ന് അവിടെ ദൈവവചനം അറിഞ്ഞുകൊണ്ട് അവർ ദൈവത്തിനെ പാടി സ്തുതിച്ചുകൊണ്ട് അവിടെ രക്ഷ പ്രാപിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ആ അനുഭവം അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ആക്കി തീർക്കുമ്പോൾ നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം നൽകുന്ന അനുഭവങ്ങൾ നമുക്ക് രക്ഷയായി തീരുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം, നമുക്ക് അനേകം ജ്ഞാനകീർത്തനങ്ങളും ക്രിസ്തീഗീതങ്ങളും അതുപോലെ തന്നെ ഉണർവുഗാനങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. നാം ചിന്തിക്കണം, ഈ പാട്ടുകളെല്ലാം തീർച്ചയായിട്ടും ഓരോ വ്യക്തികളുടെ ജീവിതത്തിലെ ജീവിത സാക്ഷ്യങ്ങളാണ്. നാം പഠിക്കുമ്പോൾ വ്യക്തപ്പെടുന്ന കൃത്യമാണ് മനസ്സിലാക്കാൻ സാധിക്കും. നാം ചിന്തിക്കുമ്പോൾ അറിയാം, അനേകം ദേവദാസന്മാരാൽ രചിക്കപ്പെട്ടതാണ് നമ്മുടെ ഈ ക്രിസ്തീഗീതങ്ങളും ജ്ഞാനകീർത്തനങ്ങളും ഉണർവുഗാനങ്ങളെല്ലാം. സാധു കൊച്ചുകുഞ്ഞുപദേശി, മോശവത്സലം, യുസ്തേസ് യോസഫ്, അന്നമ്മ മാമൻ തുടങ്ങിയ അനേകം ആളുകൾ അവരുടെ ജീവിത സാക്ഷ്യങ്ങളെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. സാധു കൊച്ചുകുഞ്ഞുപദേശിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും വളരെയധികം അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഒരു ഉപദേശിയായ സമയത്ത് വളരെയധികം പീഡനങ്ങളും തള്ളപ്പെടലുകളും പരിഹാസങ്ങളും ഏറ്റ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ദൈവത്തിനെ നിലകൊണ്ടപ്പോൾ പല ജീവിതത്തിലും അനേകം നഷ്ടങ്ങളും വന്ന് ഭവിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ 9-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അദ്ദേഹം രചിച്ച അല്ലെങ്കിൽ വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടു കൂടി അത് വാങ്ങി ഹല്ലേലൂയ പാടിയിടുമെന്ന് വളരെ മനോഹരമായ ആ ഗാനം. നാം ചിന്തിക്കണം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ദുഃഖമായിരുന്ന അവസ്ഥയിൽ തനിക്ക് ഇത് വന്ന് ഭവിച്ചുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ പഴിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ അല്ല അദ്ദേഹം സമയം കണ്ടെത്തിയത്. അതിന് പകരമായി ദൈവത്തിനെ തൻ്റെ ജീവിതത്തിൽ ഭവിക്കുന്നതിനെല്ലാം ഒരു കാരണമുണ്ട്, അതെല്ലാം തന്നെ ദൈവം അറിയുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടർന്ന് ജീവിതത്തിൽ വന്ന അനേകം ഗാനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന ഈ മേഖലയിൽ, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. നമുക്ക് വളരെ സുപരിചിതമായ ജ്ഞാനകീർത്തനങ്ങൾ 31-ാമത്തെ ജ്ഞാനകീർത്തനമായ വാഴ്ത്തിൻ വാഴ്ത്തിൻ യേശു രക്ഷകനെ വാഴ്ത്തിൻ എന്ന വളരെ മനോഹരമായ ലോകപ്രശസ്തമായ ഗാനം എഴുതിയത് ഫാനി ജെയിംസ് ക്രോസ്ബിയാണ്. ആ യുവതിയുടെ വളരെ മനോഹരമായ ഒരു ആഹ്വാനത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ഫാനി പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: ക്രിസ്തീയ ജീവിതം തത്വശാസ്ത്രമല്ല, അത് വാസ്തവമായി ജീവിക്കുന്നതാണ് എന്നും വലിയവനായ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കാൻ സ്തുതിസ്തോത്ര സംഗീതത്തിൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ എന്നും നീതിമാനായ ക്രിസ്തു സ്തുതികൾക്ക് യോഗ്യനായതിനാലും ദൈവം ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നത് കൊണ്ടും സ്വർഗത്തിൽ ദൈവം നിരന്തരം ആരാധിക്കപ്പെടുന്നത് കൊണ്ടും ഭൂമിയിലുള്ള വിശ്വാസികളായ നാം ദൈവത്തെ നിരന്തരമായി സ്തുതിക്കുകയും സ്തോത്രം കരയേറ്റുകയും ചെയ്യണം എന്നാണ് ഫാനിയുടെ ആഹ്വാനം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സർവശക്തനായ ദൈവത്തിനെ പാടി സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് തിന്മയായ ശക്തിയോട് പോരാടിക്കൊണ്ട് ദൈവത്തിന് ഒരു പുതിയ പാട്ട് പാടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം.
നമ്മുടെ ജീവിത അനുഭവങ്ങളെ നമുക്ക് സാക്ഷ്യങ്ങളാക്കി തീർത്ത അനേകം ആത്മാക്കളെ ദൈവത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. എൻ്റെ ചെറിയ സാക്ഷ്യം എന്നുള്ളത് എൻ്റെ പ്രിയ അപ്പച്ചനാണ്, പട്ടാളം ഉപദേശി. ഞങ്ങൾ ചെറുപ്പമായിരുന്ന കാലഘട്ടത്തിൽ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പച്ചൻ പലപ്പോഴും വീട്ടിൽ കൃത്യം 6 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ കൃത്യമായിട്ട് അപ്പച്ചൻ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അപ്പച്ചൻ വീട്ടിലുള്ള സമയത്തെല്ലാം കൃത്യം 6 മണി എന്നുള്ള സമയത്ത് അപ്പച്ചൻ ചെണ്ടയൊക്കെ എടുത്ത് ആ ചെണ്ടയെല്ലാം കൊട്ടിക്കൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഗാനങ്ങൾ ആലപിക്കും. അപ്പച്ചന് കുറേ സംഗീത ഉപകരണങ്ങളുണ്ടായിരുന്നു, ഒരു കൈത്താളവും പിന്നെ അങ്ങനെ കുറേ. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി ഒരു രസത്തിന് വേണ്ടി ഞാനും എൻ്റെ അനിയനും അപ്പച്ചൻ്റെ കൂടെ പോയിരിക്കുമായിരുന്നു. പക്ഷേ അപ്പച്ചന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കട്ടിങ്ങിൽ പല ആളുകളും മണ്ണുണ്ട്. പട്ടാള ഉപദേശി കൃത്യം 6 മണി എന്നൊരു സമയം അറിയണമെങ്കിൽ അത് കൃത്യമായിട്ട് ആ അപ്പച്ചൻ കൃത്യസമയത്ത് പ്രാർത്ഥിക്കുന്ന പാട്ടുപാടി ചെണ്ട കൊട്ടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ശബ്ദം കട്ടിങ്ങിൽ എല്ലാ ദേശത്തുള്ള ആളുകൾ കേൾക്കും. അപ്പോൾ അവരെല്ലാവരും പറയുമായിരുന്നു, അപ്പച്ചൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ 6 മണി എന്ന് കട്ടിങ്ങിൽ അറിയണമെങ്കിൽ അപ്പച്ചൻ്റെ ആ ചെണ്ടകൂട്ടും പ്രാർത്ഥനയും മാത്രം മതിയായിരുന്നുവെന്ന്. അപ്പച്ചൻ്റെ ജീവിതത്തിലെ ആ സാക്ഷ്യമാണ്, ദൈവത്തോടുള്ള ആ അനുഭവത്തിൽ നിൽക്കുന്ന ആ സാക്ഷ്യമാണ് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം സൺഡേ സ്കൂളിലും മറ്റുള്ള പള്ളികളിൽ വന്ന പല കാര്യങ്ങൾ പങ്കെടുക്കുവാനും വേണ്ടി ഞങ്ങളെ അത് പ്രേരിപ്പിച്ചതും അതിനായി ഇടയാക്കി തീർത്തതും. നമ്മുടെ ജീവിത അനുഭവങ്ങൾ നമ്മുടെ വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമായി തീരണമെങ്കിൽ നാം മനസ്സിലാക്കണം, ദൈവവും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന്. തീർച്ചയായിട്ടും നമ്മൾ കാണിച്ചു നൽകുന്ന ആ പാതയിലൂടെ ഒരു നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും നമുക്ക് കഴിയണം. അതുകൊണ്ട് ഈ വർഷത്തെ ഗായക സംഘ ഞായറായിട്ട് നാം ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനെ പാടിസ്തുതിക്കുവാനും ശക്തി പ്രാപിക്കുവാനും ഉള്ള കൃപ നമുക്ക് ലഭിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണുടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ പ്രിയ കർത്താവേ, അങ്ങേ പാടിസ്തുതിക്കുവാനും ആരാധിക്കുവാനും പ്രിയ കർത്താവേ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഈ ലോകത്തിൽ ഞങ്ങൾ നേരിടുന്ന പല പ്രതിസന്ധികളിലും മധ്യേ നിന്നുകൊണ്ട് യഥാർത്ഥമായും ജീവിക്കുന്ന ദൈവത്തിനെ അർത്ഥവത്തായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് പാടിസ്തുതിക്കുമ്പോൾ ആ ഗാനങ്ങൾ എന്നുള്ളത് ഏറ്റവും ഉചിതമായ സമർപ്പണമായി തീരണമെന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രിയ കർത്താവേ, അങ്ങ് നിരന്തരമായി സ്വർഗത്തിൽ ദൂതന്മാരാൽ അവിടുന്ന് ആരാധിക്കപ്പെടുന്നുവല്ലോ. അപ്രകാരം ഈ ഭൂമിയിൽ നിരന്തരമായി പ്രത്യാശ ഉള്ളവരായി അങ്ങേ നിരന്തരമായി ആരാധിപ്പാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾ നൽകണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവേ. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പ്രിയ കർത്താവേ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമേ ഈ തിന്മശക്തിയുള്ള പോരാട്ടത്തിൽ കർത്താവേ അങ്ങയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് ദൈവമേ അനേകം ആത്മാക്കളെ അങ്ങയിലേക്ക് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള കൃപ അവിടുന്ന് ഞങ്ങൾ നൽകണമേ. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലായിരിക്കുമ്പോൾ പ്രിയ കർത്താവേ, ആപത്തിൽ നിന്നും എല്ലാ ദുർഘടമായ അവസ്ഥയിൽ ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ഗായക അംഗങ്ങളെ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, ഞങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യം അത് ഏറ്റവും ചന്തമായും ഉചിതമായും ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ സഭയും അച്ഛനെയും കൊച്ചമ്മയും പിള്ളേരെയും എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ ദൈവമേ. അവിടുന്ന് എപ്പോഴും ഞങ്ങളെ ശക്തീകരിച്ച് ഞങ്ങളെ ബലപ്പെടുത്തി ദൈവമേ അവിടുന്ന് എപ്പോഴും ഞങ്ങളെ വഴിയോർത്തുമാറാകണമേ. അവിടുന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥന ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.